ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കുടുംബവിചാരത്തിൻ്റെ 3-ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. ഇന്ന് കുടുംബവിചാരത്തിൽ നാം ചിന്തിക്കുന്നത് കുടുംബജീവിതത്തിൻ്റെ തൊട്ടടുത്ത ഘട്ടമായ ടീനേജ് കുഞ്ഞുങ്ങളെ വളർത്തുന്ന കുഞ്ഞുങ്ങൾ വളർന്ന ശേഷം അവരവരുടെ ജീവിതത്തിൻ്റെ പുതിയ ഒരു തലത്തിലേക്ക് ഉയരുന്ന കാലത്തിലുള്ള രക്ഷകർതൃത്വത്തെക്കുറിച്ചും കുടുംബജീവിതത്തെക്കുറിച്ചുമാണ്. ഈ ഒരു കാലഘട്ടത്തിൽ വ്യത്യസ്തമായ വെല്ലുവിളികൾ ഓരോ കുടുംബവും അഭിമുഖീകരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു മധ്യ കാലഘട്ടം, ഒരു മിഡ് ലൈഫ് പ്രായത്തിൻ്റെ ഒരു മധ്യ കാലഘട്ടം, മധ്യവയസ്സിലെ കാലത്തിൻ്റേതായ ശാരീരികവും മാനസികവുമായ വെല്ലുവിളികൾ, ഒപ്പം തന്നെ ഒരു ടീനേജ് കുഞ്ഞുങ്ങളെ വളർത്തുന്നതിൻ്റേതായ വെല്ലുവിളികൾ, ചിലപ്പോൾ പ്രായമുള്ള മാതാപിതാക്കൾ കൂടെ ഉണ്ടാകാം, ഏജിങ് പേരൻസ്, അവരെ സംരക്ഷിക്കേണ്ടതിൻ്റെ വെല്ലുവിളികൾ, ഇതൊക്കെ ഈ കാലഘട്ടത്തിൽ നാം നേരിടുന്നുണ്ടാകാം. അവിടെ എങ്ങനെ ഗുണമേന്മയുള്ള ഒരു കുടുംബമായി നമുക്ക് മുൻപോട്ട് പോകാൻ സാധിക്കും എന്നതിനെക്കുറിച്ചാണ് കുടുംബവിചാരത്തിൽ ഇന്ന് നാം ചിന്തിക്കുന്നത്. ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് കുടുംബജീവിതത്തിൻ്റെ ഓരോ കാലഘട്ടത്തെയും പോലെ തന്നെ ഉത്തരവാദിത്വം നിറഞ്ഞത് തന്നെയാണ്. പ്രത്യേകിച്ച് കൂടുതൽ ഉത്തരവാദിത്വം നിറഞ്ഞത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒന്ന്, ഈ കാലഘട്ടത്തിൽ പലതരത്തിലുള്ള മാറ്റങ്ങളോട് നാം പ്രതികരിക്കുകയും ആ മാറ്റങ്ങളെ സ്വീകരിക്കാനായിട്ട് ഇടയായി തീരുകയും ചെയ്യുന്നത് ഈ കാലഘട്ടത്തിൻ്റെ വലിയൊരു പ്രത്യേകതയാണ്. പ്രത്യേകിച്ച് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്, പലതരത്തിലുള്ള മാറ്റങ്ങളോട് നാം സമരസപ്പെടേണ്ടതായിട്ട് വരുന്ന ഒരു കാലഘട്ടമാണ് ഈ ഒരു കുടുംബജീവിതത്തിൻ്റെ കാലഘട്ടം. എക്ലീസിയാസ്റ്റസിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ, ദർ ഈസ് എ ടൈം ഫോർ എവറിത്തിങ്, എല്ലാറ്റിനും ഒരു കാലമുണ്ട്. ഓരോ കാലഘട്ടത്തിൻ്റെയും വ്യത്യസ്തതകളെ സ്വീകരിക്കാനായിട്ടിടയായി തീരുമ്പോൾ കുടുംബജീവിതത്തിൻ്റെ ഈ ഒരു ഘട്ടത്തെ ദൈവകൃപയോടെ നമുക്ക് നേരിടാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് മാറ്റങ്ങളെ സ്വീകരിക്കുക, ശരീരത്തിൻ്റെ മാറ്റങ്ങൾ, മനസ്സിൻ്റെ മാറ്റങ്ങൾ, നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ അവരുടെ പെരുമാറ്റത്തിൻ്റെ മാറ്റങ്ങൾ, അതിനെയൊക്കെ വളരെ ദൈവകൃപയോടെ സ്വീകരിക്കാനിടയായാൽ ഈ കാലഘട്ടത്തിലെ കുടുംബജീവിതത്തെ വളരെ സന്തോഷകരമായി മുൻപോട്ട് നയിക്കാനായിട്ട് സാധിക്കും. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം ഒരു ബാലൻസ് ഉണ്ടാവുക എന്നതാണ്. ഈ ഒരു കാലത്തിൽ പലപ്പോഴും പല കുടുംബങ്ങളും രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ വേണ്ടി കാര്യമായി അധ്വാനിക്കുന്നവരുണ്ടാകാം. ചിലപ്പോൾ രണ്ടുപേരും ജോലി ചെയ്യുന്നവരുണ്ടാകാം. നാം ഇന്ന് ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് നോക്കുമ്പോൾ രണ്ടുപേരും വളരെയധികം കഠിനാധ്വാനം ചെയ്ത് കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്നവരാകാം. എന്നാൽ തീർച്ചയായും നമ്മുടെ ടീനേജ് കുഞ്ഞുങ്ങളോടൊപ്പം പ്രായമായ മാതാപിതാക്കളോടൊപ്പം സമയം ചിലവഴിക്കാനായിട്ട് ഇടയാവുന്നത് ഈ കാലഘട്ടത്തിൽ വളരെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ജോലിയും കുടുംബവും തമ്മിലുള്ള ഒരു ബാലൻസ് വളരെ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. നമ്മുടെ കുഞ്ഞിൻ്റെ മാനസികമായ ആവശ്യങ്ങൾ, അവനെ ഒന്ന് ശ്രദ്ധിക്കാനായിട്ട് ഉള്ള അവൻ്റെ ആവശ്യങ്ങൾ, ഇതൊക്കെ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടത് ഈ കാലഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. 3-ാമതായി ആശയവിനിമയം. എല്ലാ കുടുംബജീവിതത്തിൻ്റെ ഘട്ടങ്ങളിലും ആശയവിനിമയം വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നാൽ ഈ ഒരു ഘട്ടത്തിലെ ആശയവിനിമയം, ആദ്യ ഘട്ടത്തിലെ ആശയവിനിമയം നാം പരസ്പരമാണെങ്കിൽ, രണ്ടാമത്തേത് കൂടുതൽ ശ്രദ്ധിക്കുന്ന ലിസൺ ചെയ്യുന്നതാണെങ്കിൽ, 3-ാമത്തെ ഘട്ടത്തിലെ ആശയവിനിമയം കമ്മ്യൂണിക്കേഷൻ ഒരു ഡയലോഗിൽ ആയിരിക്കണം എന്നതാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ നാം കേൾക്കാനും അവരുമായി ഒരു നല്ല സംവാദം ഉണ്ടാക്കാനായിട്ട് ഇടയായി തീരുമ്പോൾ ഈ കാലഘട്ടത്തിലെ കുടുംബജീവിതം വളരെ അനുഗ്രഹീതമായി മുൻപോട്ട് നയിക്കാനായിട്ട് സാധിക്കും. എബ്രായർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ടല്ലോ, എൻകറേജ് ഓൺ അനദർ ഡെയിലി, പരസ്പരം പ്രോത്സാഹിപ്പിക്കാനായിട്ടുള്ളൊരു മനസ്സ് ഈ കാലഘട്ടത്തിലെ കുടുംബജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന പങ്കാളികളെ പരസ്പരം പ്രോത്സാഹിപ്പിക്കാൻ, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന കുഞ്ഞുങ്ങളെ പരസ്പരം പ്രോത്സാഹിപ്പിക്കാൻ ഒക്കെ ഇടയായി തീരേണ്ടത് ഈ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാനസിക ആവശ്യങ്ങളിൽ ഒന്നാണ്. 4-ാമതായി ഫേസിങ് ചേഞ്ച് വിത്ത് ഫെയ്ത്ത്. ഈ ഒരു കാലഘട്ടത്തിൽ വ്യത്യസ്തമായ പുതിയ പുതിയ കാര്യങ്ങൾ നാം സ്വീകരിക്കേണ്ടതായിട്ട് വരും. വ്യത്യസ്തമായ വെല്ലുവിളികൾ ഈ ഒരു കാലഘട്ടത്തിൽ നാം സ്വീകരിക്കേണ്ടതായിട്ട് വരും.
മാറ്റങ്ങൾ, ശരീരത്തിൻ്റെ മാറ്റങ്ങൾ, പ്രത്യേകിച്ച് പുരുഷനിലും സ്ത്രീയിലും ഭാര്യയിലും ഭർത്താവിലും ഈ ഒരു കാലഘട്ടത്തിൽ വ്യത്യസ്തമായ ശാരീരിക മാറ്റങ്ങൾ ഉണ്ടാകും. അമ്മമാരിൽ പ്രത്യേകിച്ച് ഹോർമോണിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളുണ്ടാകും. ആ മാറ്റങ്ങളെയൊക്കെ ദൈവകൃപയോടെ സ്വീകരിക്കാനിടയാവുക എന്നത് ഈ കുടുംബജീവിത വളർച്ചാ ഘട്ടത്തിലെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വളർച്ച എന്ന് പറയുന്നത് തീർച്ചയായും ഒരു അനുഗ്രഹമാണ്. ശരീരത്തിൻ്റെ വളർച്ച, മനസ്സിൻ്റെ വളർച്ച, നമ്മുടെ കുഞ്ഞുങ്ങൾ വളരുക, കുഞ്ഞുങ്ങൾ വളരുന്നതോടൊപ്പം മാതാപിതാക്കളും വളരുകയാണ്. ഓരോ വളർച്ചയെയും ദൈവകൃപയോടെ ഗ്രേസ്ഫുള്ളായിട്ട് സ്വീകരിക്കുക എന്നത് ഈ ഘട്ടത്തിൽ ദൈവം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നതാണ്. ഈ ഒരു ഘട്ടത്തിൻ്റെ 4 ചിന്തകളാണ് നാം ഈ എപ്പിസോഡിൽ മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചത്. 1 അഡ്ജസ്റ്റ്മെൻറ്റ്, 2 ബാലൻസ്, 3 കമ്മ്യൂണിക്കേഷൻ, 4 കറേജ്, ഫേസിങ് ചേഞ്ച് വിത്ത് ഫെയ്ത്ത്. ദൈവം അനുഗ്രഹീതമായ കുടുംബജീവിതം നയിക്കാൻ ശക്തീകരിക്കട്ടെ. താങ്ക് യു.